നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാര്യം മുഖ്യമന്ത്രിയാണ്. താമസിക്കാൻ ഒരു ക്ലിഫ് ഹൗസ് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വീടെന്നൊക്കെയാണ് ചിലർ അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വെച്ചാൽ അതിൽ മരപ്പെട്ടി വന്ന് മൂത്രമൊഴിക്കും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് നല്ല ഭംഗിയായി മടക്കി വയ്ക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതിനൊക്കെ പുറത്ത് വെള്ളം. ഏതാ വെള്ളമെന്ന് മണത്തു നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. സംഗതി മരപ്പെട്ടിയുടെ മൂത്രമാണ്. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പിണറായി വിജയൻ വിവരിക്കുന്നത്. മന്ത്രിമാരൊക്കെ വലിയ അത്യാഡംബരങ്ങളിലാണ് താമസിക്കുന്നതെന്ന് സാധാരണ ജനങ്ങൾക്ക് ഒരു വിചാരമുണ്ട്. എന്നാൽ താൻ താമസിക്കുന്ന ക്ലിഫ് ഹൗസിലെ സ്ഥിതിയാണിപ്പോൾ പിണറായി വിജയൻ വിശദീകരിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ മുഴുവൻ മരപ്പെട്ടി കയറിയിരിക്കുന്നു. ന്യായീകരിച്ച് മുഖ്യമന്ത്രി എത്തിക്കുന്നത് ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയണം എന്ന ആവശ്യത്തിലേക്കാണ്. പല ജ്യോത്സ്യന്മാരും ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ക്ലിഫ് ഹൗസിൻ്റെ കാലാവധി പൂർത്തിയായി. ഇനി അവിടെ താമസിച്ചാൽ പല അനർത്ഥങ്ങളും സംഭവിക്കാം. ഇതാണോ പിണറായി വിജയൻ്റെ മനസ്സിലെന്ന് നമുക്കറിയാൻ വയ്യ. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ക്ലിഫ് ഹൗസ് പുതുക്കിപ്പണിയാനുള്ള സർവത്ര അടവുകളാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. കേരളത്തിലെ പ്രശസ്തമായ ഗസ്റ്റ് ഹൗസുകളുടെ അവസ്ഥ എന്താണ്? അതിനെയൊക്കെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് എന്ന് മുഹമ്മദ് റിയാസിനെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി വിമർശിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കഴിവുകേട് തന്നെയാണ് മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയത്. ഒരുപക്ഷെ ക്ലിഫ് ഹൗസ് പുതുക്കിപ്പണിയുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് കാട്ടുന്ന അനാസ്ഥ തന്നെയാവും പിണറായി വിജയൻ എടുത്തു കാട്ടുന്നത്. ക്ലിഫ് ഹൗസ് പുതുക്കിപ്പണിതാൽ അത് ഏറെ പാര വരുന്നത് തനിക്കിട്ടായിരിക്കും എന്ന് മുഹമ്മദ് റിയാസിന് വ്യക്തമായി അറിയാം. പൊതുമരാമത്താണല്ലോ ഇത്തരം മരാമത്ത് ജോലികൾ ഏറ്റെടുക്കുന്നത്. ഖജനാവിൽ 5 നയാ പൈസയില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. എങ്കിലും നമ്മുടെ ഏമാന്മാരൊക്കെ സുഖിച്ചങ്ങ് ജീവിക്കണമല്ലോ. ഇപ്പോഴിതാ ആക്കുളത്ത് IAS ഓഫീസർമാർക്ക് വേണ്ടി ഒരു എൻക്ലേവ് പണിയുന്നു. അതിൻ്റെ ചിലവ് കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും. 50,75 ലക്ഷം രൂപ. ലൈഫ് മിഷനിൽ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ പണമില്ലാതെ കുഴയുമ്പോഴാണ് IAS ഉദ്യോഗസ്ഥർക്ക് ആഡംബര ബംഗ്ലാവുകൾ ഒരുങ്ങുന്നത്. ആക്കുളത്ത് സർക്കാർ ഏറ്റെടുത്ത 2.5 ഏക്കർ റവന്യൂ ഭൂമി. അവിടെ IAS ഉദ്യോഗസ്ഥർക്കായി പൊതുമരാമത്ത് വകുപ്പാണ് താമസ സൗകര്യം ഒരുക്കുന്നത്. 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത്. പതിവ് പോലെ ഇക്കുറിയും ഇതിൻ്റെ നിർമ്മാണം ഊരാളുങ്കൽ സൊസൈറ്റി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സൊസൈറ്റിയുടെ ലാഭം എത്ര, യഥാർത്ഥത്തിൽ ഫ്ളാറ്റുകളിൽ എത്ര വീഴും എന്നൊന്നും ഇപ്പോൾ പറയുക വയ്യ. ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു 1.5 തള്ള്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊരാളുങ്കലിനെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ കൃത്യസമയത്ത് പണി തീരുമെന്നാണ് മുഖ്യമന്ത്രി അങ്ങ് തള്ളിവിട്ടത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കസേരയിലിരുത്തി വേണുവും ചിലതൊക്കെ തുറന്നു പറഞ്ഞു. സബ് കളക്ടറായി നിയമിച്ച വേളയിൽ താമസ സൗകര്യത്തിൻ്റെ പേരിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു എടുത്തു പറഞ്ഞത്. മതിയായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചെലവഴിക്കുന്നത് ദുർവ്യയമല്ല എന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ചു. എന്തിനും അനാവശ്യ വിവാദങ്ങളാണ് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. തൻ്റെ ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയണമെന്ന മുഖ്യമന്ത്രിയുടെ ഉള്ളിലിരിപ്പ് തന്നെയാണ് ഇന്നലെ വ്യക്തമായത്. ആവശ്യമായ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. IAS ഉദ്യോഗസ്ഥർക്ക് 51 കോടി രൂപ മുടക്കി എൻക്ലേവ് പണിയുന്നത് വലിയ വിമർശനങ്ങൾക്കിടവരുത്തും എന്ന് മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാം. അല്ലെങ്കിലും ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കുന്നതിൽ ഒരുവിധ പിശുക്കും ഇന്നുവരെ മുഖ്യമന്ത്രി കാട്ടിയിട്ടില്ലല്ലോ. ഏറ്റവും ഒടുവിൽ ഒരു ചാണകക്കുഴി കുഴിക്കാൻ മുടക്കിയത് 3.25 ലക്ഷം രൂപ. നേരത്തെ ക്ലിഫ് ഹൗസിൽ 42.5 ലക്ഷം രൂപയ്ക്കാണ് കാലിത്തൊഴുത്ത് നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തത്. 42 ലക്ഷം രൂപയുടെ പശുത്തൊഴുത്ത് വന്നാൽ അതിന് 3.25 ലക്ഷം രൂപയുടെ ഒരു ചാണകക്കുഴി കൂടി ആകാമല്ലോ. അതുകൊണ്ട് അതിനെ നമുക്കിപ്പോൾ കുറ്റം പറയേണ്ടതില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന ക്ലിഫ് ഹൗസ് ഇനി അറ്റകുറ്റപ്പണി നടത്തി നേരെയാക്കേണ്ടതില്ല എന്ന് വിദഗ്ധ സമിതി തീരുമാനമെടുത്തിരുന്നു. കാലപ്പഴക്കം കൊണ്ട് ഏറെ ദുർബലാവസ്ഥയിലാണത്രേ ക്ലിഫ് ഹൗസ്. അതുകൊണ്ട് ഇനി കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു പണിയണമെന്നാണ് വിദഗ്ധ സമിതി പറയുന്നത്. ഏകദേശം 81 വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ ഇനി അറ്റകുറ്റപ്പണി നടത്തുന്നത് കൊണ്ട് കാര്യമായ പ്രയോജനം കിട്ടില്ല. വെള്ളം, വൈദ്യുതി കണക്ഷനുകൾ തടസ്സപ്പെടുന്നതും താൽക്കാലികമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുമൊക്കെ അവിടെ പതിവാണ്. ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയാൻ ഒരു കാരണമന്വേഷിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണാധികാരികൾ.
ഒടുവിൽ അവർ കണ്ടുപിടിച്ചതാവട്ടെ പഴയ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തെ ഒരു ഫയലും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയാൻ ഒരു ശുപാർശയുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ വിദഗ്ധ സമിതി പറയുന്നത്. രാജകീയ പ്രൗഢിയുണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് അത്ര സുരക്ഷിതമല്ല. പലവിധ വന്യജീവി ആക്രമണങ്ങൾക്കും സാധ്യതയുണ്ടത്രേ. അതിൽ പ്രധാനിയാണ് മരപ്പെട്ടി. കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താറുള്ള പീരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ വിശദമായി പരിശോധിച്ച് ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയുക എന്ന പോംവഴി നിർദ്ദേശിച്ചിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ക്ലിഫ് ഹൗസ് പൊളിച്ച് പുതിയ കെട്ടിടം പണിയുന്നത് വലിയ വിവാദങ്ങൾക്കിടവരുത്തും എന്ന് പിണറായി വിജയനും റിയാസുമൊക്കെ ഭയപ്പെടുന്നു. എങ്കിലും ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയാൻ തന്നെയാണ് അവർ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. 2 നിലകളിലായി കേരള വാസ്തുശൈലിയിലാണ് ക്ലിഫ് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രാജകൊട്ടാരത്തിൻ്റെ പ്രൗഢി. ഇതിനേക്കാൾ പഴക്കമുള്ള കവടിയാർ കൊട്ടാരത്തിലൊക്കെ രാജകുടുംബാംഗങ്ങൾ ഇപ്പോഴും സുഖമായി ജീവിക്കുന്നു. ഇതിലും എത്രയോ പഴക്കമുള്ള കെട്ടിടങ്ങൾ കേരളത്തിൽ നല്ല ഐശ്വര്യത്തോടെ ഇപ്പോഴും നിലനിൽക്കുന്നു. ആർക്കിയോളജിക്കൽ പ്രാധാന്യമുള്ള ഈ ക്ലിഫ് ഹൗസ് അതുകൊണ്ട് തന്നെ എളുപ്പം പൊളിച്ചു പണിയാൻ സർക്കാരിന് കഴിയില്ല. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അംഗീകാരം വേണം. പാശ്ചാത്യ വാസ്തുശില്പ രീതിയുടെ ഒരു ചെറിയ സ്വാധീനവും ക്ലിഫ് ഹൗസിലുണ്ട്. 15,000 ചതുരശ്ര അടിയാണ് ക്ലിഫ് ഹൗസിൻ്റെ വിസ്തീർണം. എന്നിട്ടും മുഖ്യമന്ത്രിക്കും കൂട്ടർക്കുമൊന്നും അവിടെ സ്ഥലം തികയുന്നില്ല. ഓഫീസിനുള്ള സ്ഥലപരിമിതിയുണ്ട് എന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. 7 ബെഡ്റൂമുകളും ഉദ്യോഗസ്ഥരുടെ വാസസ്ഥലങ്ങളുമൊക്കെ അവിടെയുണ്ട്. മറ്റേതൊരു ഔദ്യോഗിക വസതിയും പോലെ വീട്ടിനുള്ളിൽ ഒരു ഓഫീസ് സൗകര്യമില്ല എന്നതാണ് ഏറ്റവും വലിയ കുറവായി വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ചെറിയൊരു കോൺഫറൻസ് ഹാൾ മാത്രമേ അവിടെയുള്ളൂ അത്രേ. എന്നാൽ ക്ലിഫ് ഹൗസിൻ്റെ മെയിൻ ബ്ലോക്കിന് പുറത്ത് നിരവധി സ്റ്റാഫ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ബോധപൂർവം അവർ മറന്നുപോകുന്നു. കഴിഞ്ഞ കുറച്ചു കാലത്തിനുള്ളിൽ സുരക്ഷിതത്വം എന്ന പേരിൽ മതിലിൻ്റെ പൊക്കം കൂട്ടുകയും കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്ത നിരവധി പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും ഒക്കെ വിവാഹം നടന്ന വീട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനും കുടുംബത്തിനും വലിയ ആത്മബന്ധമുണ്ട് ക്ലിഫ് ഹൗസുമായി. ഏതു വിധേനയും ഇതൊന്ന് പുതുക്കിപ്പണിത് ഐശ്വര്യത്തോടുകൂടി കുറച്ചു കാലം അവിടെ താമസിക്കണമെന്ന് മുഖ്യമന്ത്രിക്കും വല്ലാത്ത പൂതി. 1ാം നിലയിലേക്ക് കയറാൻ ഒരു ലിഫ്റ്റ് സൗകര്യമൊരുക്കിയതിനെയും ചിലർ വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയല്ലേ, 1ാം നിലയിലേക്കുള്ള പടികയറ്റമൊന്നും അത്ര എളുപ്പമല്ല. അതിനുവേണ്ടിയാണ് അവിടെ ലിഫ്റ്റ് നിർമ്മിച്ചത്. ക്ലിഫ് ഹൗസിൽ എന്ത് ചെയ്താലും വിവാദമെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. നേരത്തെ നീന്തൽക്കുളവുമായി ബന്ധപ്പെട്ടും പിന്നീട് പശുത്തൊഴുത്തുമായി ബന്ധപ്പെട്ടും ഒടുവിൽ ചുറ്റുമതിലുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി വിവാദങ്ങൾ. ചാണകക്കുഴി നിർമ്മിക്കാൻ ടെൻഡർ കൊടുത്തതിനെ പരിഹസിച്ച് കളത്തിലിറങ്ങിയത് കോൺഗ്രസ് നേതാവായ VT ബൽറാം. VIP-കളുടെയും കുടുംബത്തിൻ്റെയും താമസത്തിനു വേണ്ടിയാണ് ക്ലിഫ് ഹൗസ് നിർമ്മിച്ചത്. സംസ്ഥാന നഗരാസൂത്രണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ തിരുവനന്തപുരത്തെ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ ക്ലിഫ് ഹൗസ് ഉണ്ട്. എന്തായാലും ക്ലിഫ് ഹൗസിനെ ചുറ്റിയുള്ള വിവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ പൂതി ഇങ്ങനെ തീരാത്തിടത്തോളം കാലം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.